ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരുന്നത് കഥ എങ്ങനെയായിരിക്കും, നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരുമെന്നേ ഞാൻ പറഞ്ഞു. സിനിമയ്ക്കൊരു കഥയുണ്ട്, അത് നിങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് എൻ്റെ ഭംഗി എന്നേ ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങൾ അങ്ങനെയല്ല വിചാരിച്ചത് ഇങ്ങനെയല്ല വിചാരിച്ചത് എന്ന് പറയരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തും ഒരിക്കലുമില്ല. അതൊരു ഒരു എന്താ പറയുക ശൂന്യമായ മനസ്സുകൊണ്ട് വരണം സിനിമയ്ക്ക്. നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പോയി പറയുന്ന പോലെ ചില ആൾക്കാർ ഇത് ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും. അതൊന്നും ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ ആവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ടൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് ത്രില്ല് നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സിനിമ കാണുമ്പോൾ സിനിമ ഇനി ഒന്നും മാറ്റാൻ നോക്കിയല്ലേ, സിനിമ ഓൾറെഡി ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ വരും. എനിപ്പോൾ ഒരു മലയാളത്തിലെ വാക്ക് ഇങ്ങനെ ഇടിക്ക് വെല്ലുപിടിയുണ്ട് ഇല്ല, നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴേ ഒരു മുൻവിധിയോടുകൂടി വരും. മുൻവിധി എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ പരുഷമായി പോകുന്നത്. ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നുവെന്ന് തന്നെ വരണം. നമ്മൾ വിചാരിക്കുന്നത് കാണാൻ വരുന്നെന്ന് വിചാരിക്കരുത്. അങ്ങനെയുള്ളൂ. പ്രസക്തിയൊന്നും പ്രത്യേകിച്ചില്ല. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുക. ഇതൊരു കാലഘട്ടത്തിൻ്റെ സിനിമയാണ്. സിനിമ ഇല്ലാതിരുന്നൊരു കാലമായിരിക്കും അല്ലേ? സിനിമ ഇല്ലാതിരുന്നൊരു കാലത്താണ് സിനിമ നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതുമല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറയ്ക്കൊട്ടും അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് അതൊന്ന് കണ്ടറിയാം. പിന്നെ ഈ സിനിമ അതിന് പറ്റിയൊരു സിനിമയാണ്. ഒരു കാലം കൊടുത്തുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്കത് ഫീൽ ചെയ്യിക്കാനോ തോന്നുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തത്. നമ്മൾ ഈ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്നു ആദ്യകാലങ്ങൾ. അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രചോദനം ഉണ്ടായത്. പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ആളുകൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയല്ലേ, അത് പല ബോളിവുഡ് സിനിമ ഫിലിം മേക്കേഴ്സിനും ഒക്കെ ഉണ്ട്. വലിയ സിനിമകളിൽ ഓസ്കാർ അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട്. ഈ അടുത്ത കാലത്ത് 5-8 വർഷം മുമ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് 35 മകലെടുത്തു. അപ്പോൾ അത് നമ്മൾ അത്രത്തോളം ആലോചിച്ചിട്ടല്ല, നമ്മുടെ ഒക്കെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്കും വേണ്ടി വരണം. വേണ്ടേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. ഇവരെല്ലാവരും വൈറ്റ് ആൻഡ് ബ്ലാക്കും, ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റും ആണ്. പറഞ്ഞ ഒന്നും മനസ്സിലായി. 2-3 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. വില്ലൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പോലും ഇല്ലാതിരുന്ന കാലത്താണ് സിനിമ അല്ലേ? അങ്ങനെ എക്സ്പീരിയൻസ് നാടകങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. എന്നാൽ നമ്മൾ സാധാരണ കാണുന്ന ദുഷ്ടകഥാപാത്രങ്ങളെ വില്ലൻ എന്ന് വിളിക്കുന്ന കാലം ഉണ്ടായിരുന്നു. എനിക്കതുകൊണ്ട് ഞാൻ അടുത്തടുത്ത് ജനിച്ച ഒരാളാണ്. അത്ര പരിപാടി സിനിമയിൽ ആ കഥാപാത്രത്തിന് മിസ്റ്ററി ഉണ്ട്, ഭയങ്കരമായൊരു മിസ്റ്ററി ഉണ്ട്. അത് പക്ഷേ നമ്മളിവിടെ ഒന്ന് ഇപ്പോൾ പറഞ്ഞാലും, നിങ്ങൾ സിനിമ കണ്ട് ആരോടെങ്കിലും പറഞ്ഞാലും അത് പിന്നീട് കാണാൻ പോകുന്ന ആൾക്കാരുടെ ഒരു ത്രില്ല് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് വില്ലനോ നായകനോ അങ്ങനെ സിനിമയിലുണ്ടോ? വില്ലനും നായകനോ ഒന്നുമില്ല. കഥാപാത്രങ്ങൾ അവർക്ക് എല്ലാത്തരം വികാരങ്ങളും ഉള്ളവരാണ്. പിന്നെ ഇത് ധർമ്മം അധർമ്മം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ കണ്ടെത്താം. ഒരു കലാസൃഷ്ടിക്ക് എപ്പോഴും പ്രേക്ഷകനിലാണ് കൂടുതൽ അതിൻ്റെ ആസ്വാദനം കൂടുക. സംവിധായകനോ കഥാകൃത്തോ അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് പ്രേക്ഷകനാണ്. അതൊട്ടും കളയാതെ ചോരാതെ പോവുക എന്നുള്ളതാണ്, നോക്കുക എന്നുള്ളതാണ് സംവിധായകൻ്റെ. അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ രസിക്കുക എന്നുള്ളത് പ്രേക്ഷകരുടെ കടമയാണ്, അവരുടെ തീരുമാനമാണ്. ഇത് നിങ്ങൾ ഈ പറഞ്ഞതൊന്നും നമ്മൾ യഥാർത്ഥ സിനിമയിൽ ഷൂട്ടിങ്ങിന് വിചാരിച്ച കാര്യങ്ങളല്ല. അങ്ങനെ വന്ന് ഭവിച്ചതാണ്. സിനിമയിൽ എന്ത് വന്ന് ഭവിക്കുമെന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്കിത് ഇങ്ങനെ സിനിമ വരുമ്പോൾ എന്താണ് അനുഭവവേദ്യമാകുക എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഒന്നും പറഞ്ഞ് പ്രവചിക്കാൻ പറ്റുന്നതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആകർഷിച്ചത് കഥാപാത്രം തന്നെയാണ്. പിന്നെ അതിൻ്റെ കാലഘട്ടം, കഥ എല്ലാം സ്വാഭാവികമായിട്ടും. തീരുമാനങ്ങളെല്ലാം നമ്മൾക്ക് എപ്പോഴും ശരിയാവണമെന്നില്ല. ഞാനിങ്ങനെ ഒന്ന് തീരുമാനിച്ചു, അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഇത് ഒരുപാട് കഥയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മെസ്സേജ് പൊട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരുപാട് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാത്തത്. നിങ്ങളൊക്കെ ചോദിക്കുന്നതിന് എന്തെങ്കിലും മറുപടി പറഞ്ഞ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വളരെ ചുരുങ്ങിയ തരത്തിൽ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ്
പരീക്ഷണങ്ങൾക്ക് എപ്പോഴും ഓപ്പണാണ് മമ്മൂക്ക എന്ന കലാകാരൻ. ഇപ്പോൾ അത് ഇപ്പോൾ വലിയ അളവിൽ സ്വീകരിക്കപ്പെടാത്ത കയ്യൊപ്പായാലും ശരി, വലിയ അളവിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള കാതലായാലും ശരി. അപ്പോൾ ആ വിധത്തിൽ ഇപ്പോൾ തിയേറ്ററിലെ സ്വീകാര്യതയെ പറ്റിയാണ് ഞാൻ കയ്യൊപ്പിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ മമ്മൂക്ക എന്ന താരത്തെ ഒരിക്കലും ആ നടൻ അവിടെ നിൽക്കുമ്പോഴും താരം നടനെ ഹൈജാക്ക് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അതെങ്ങനെയാണ് തുടർന്നു പോകുന്നത്? ഈ നമ്മുടെ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ സിനിമ തന്നെ ഒരു പരീക്ഷണമാണ്. നമ്മൾ ഈ പ്രത്യേകതരം കഥയോ ആരെടുക്കാത്ത കാര്യങ്ങളോ പറയുന്നത് പോലെ തന്നെ പരീക്ഷണമാണ്. എല്ലാവരും കണ്ട് ശീലിച്ച് പഴകിയ ഒരു കഥ പറയുന്നത് അതുപോലെ പരീക്ഷണമല്ല. സിനിമ തന്നെ ഒരു പരീക്ഷണമായിരിക്കുമ്പോൾ നമ്മൾ പരീക്ഷണ ചിത്രങ്ങൾ എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. നമുക്കൊരു വ്യത്യസ്തത എന്നതിനപ്പുറത്തേക്ക് ഞാനതൊന്നും കണ്ടിട്ടില്ല. സാധാരണ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യണം എന്നുള്ള ആഗ്രഹം, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുമ്പോൾ അതിന് ഞാൻ സമ്മതം കൊണ്ടെന്ന് മാത്രം. എല്ലാ മനഃപൂർവ്വം ചെയ്യുന്നത് പലതും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഭീഷ്മയുടെ ഫസ്റ്റ് പോസ്റ്റർ ഓർമ്മയുണ്ടോ? എങ്ങനെയായിരിക്കുന്നു? അങ്ങനെയാണ് വരിക്കുന്നത്. അല്ല, ഭീഷ്മയിൽ ഇങ്ങനെയാണ്. അപ്പൊ സെയിം ബോഡി ലാംഗ്വേജ് അല്ല. എന്നെ ചതിക്കരുത്, ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസുകൾ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല. കാലം ഇതല്ലേ. അല്ല, അപ്പൊ കേട്ടതും കണ്ടതും അല്ലെങ്കിൽ വായിച്ചൊന്നും പറ്റൂല. എന്ത് കാണാൻ? നമ്മൾ കാണുന്ന, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രയോ കാലം മുമ്പ് നടക്കുന്ന കഥയാണ്. അപ്പൊ അതിനകത്ത് ഒബ്സർവേഷനോ ഇൻഫറൻസോ ഒന്നുമില്ല. സങ്കല്പം മാത്രമേ ഉള്ളൂ. ശൂന്യ ആകാശത്ത് നിന്ന് പിടിച്ചെടുക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ളൂ. തൊട്ടടുത്തുള്ള സിനിമ കാണാം, പിന്നെ അത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പം പക്ഷെ പ്രേക്ഷകർക്ക് അറിയാം, ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അറിയാം എന്താണ്, ഞങ്ങൾ കണ്ട കാലം മുതലേ യഥാർത്ഥത്തിൽ ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന അർത്ഥത്തിൽ നമുക്കറിയാം, എന്തും ചെയ്യും എന്ന അർത്ഥത്തിലും നമുക്കറിയാം. അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത്? നിങ്ങളെപ്പോലെ തന്നെ പറഞ്ഞതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം എനിക്ക് ശ്രമിച്ചു. അല്ലെ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയൊക്കെയാണ്. അതിന് എന്ത് സിനിമയിൽ ഇത് നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സംഗീതം. സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രമാണ്. എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടമുള്ളൂ. ബാക്കി കിട്ടുന്നതൊക്കെ ബോണസാണ്. അപ്പോൾ ബോണസിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എൻ്റെ ശ്രമം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കൂടെ ഉണ്ടാവും. വഴി വിട്ടിട്ട് പോയി കളയും. റൈറ്ററിൻ്റെ അടുത്തായിരുന്നു ഈ സിനിമയിൽ. ആ ചോദ്യത്തിന് വേണമെങ്കിൽ ഞാൻ ചെറിയൊരു മറുപടി പറയും. സിനിമ എടുക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലോ കളറിലോ ഒന്നും നമുക്ക് തോന്നില്ല. സിനിമയാണ്. സിനിമ കണ്ടതിന് ശേഷമല്ലേ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മനസ്സിലാവും. നമ്മൾ കുറച്ച് സീനുകൾ നമുക്ക് അഭിനയിക്കാന്നല്ലാതെ ഇത് എങ്ങനെ എടുക്കുന്നു, എങ്ങനെ വരുന്നു നമുക്ക് അഭിനയിക്കുമ്പോൾ അറിയില്ല. അതാണ് പുള്ളി തപ്പിയത്. കറക്റ്റല്ലേ? അപ്പോൾ ഏകദേശം തീരാറായ കാര്യങ്ങൾ. അല്ല, ഈ പ്രസ് മീറ്റിന്റെ പ്രത്യേകതയാണ്. നമുക്കൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല, അവിടെ നിന്ന് പറയാനും പറ്റുന്നില്ല. നിങ്ങൾ ഈ കണ്ട ചോദ്യമൊക്കെ ചോദിച്ചിട്ടാണ് ഈ പറയുന്നത്. അല്ല, അങ്ങനെയാണ്. ഏകദേശം 30 മിനിറ്റായി ചോദിക്കുന്നത്. അതൊന്നും ചോദിക്കില്ലെന്ന് പറയില്ല. സിനിമയെ കുറിച്ച് കൂടുതലും ചോദിച്ചത് നിങ്ങളല്ലേ? അല്ല, എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് വേണം കേട്ടോ നമുക്ക്. എന്നാലേ കുറച്ച് ചോദിക്കാൻ. കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ വേണം. ഇന്നല്ല, ഈ റിലീസ് കഴിഞ്ഞിട്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സിനിമ കണ്ടതിന് ശേഷം ചോദിക്കാനും പറ്റും. സിനിമ കണ്ടതിന് ശേഷമല്ലേ? കണ്ടു കാണും. അപ്പൊ അങ്ങനെ കൂടെ ഉണ്ടാവും. എല്ലാവരും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചെറുന്ന് നടികരെന്നോ നിങ്ങൾക്ക് ഇവിടെ പറയുന്നത് എൻ്റെ തമിഴാണെന്നേ ഉള്ളൂ. ഉള്ളാവുന്ന ഒരു ആക്ടർ എന്ന പ്രത്യേക. താങ്ക് യു. ശരി.